പടം കൊള്ളാറുള്ളൂ. ഇതുവരെ സുരാജിൻ്റെ പല ആർട്ടിസ്റ്റുകളായിട്ടുള്ള കോംബോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ അമീഗോ ആണെങ്കിൽ പോലും, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ പോലും, പിന്നെ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ എന്താണ്, ഒരുപാട് ഒരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തിരക്കഥയിലാണെങ്കിലും ഒരുപാട് പുതുമയുണ്ട്. നല്ലതാണ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് വേണം പറയാം. കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാം സിറ്റുവേഷനിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. സ്ലാപ്സ്റ്റർ എന്നുള്ള സംഭവത്തിനേക്കാളും ഉപരി സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് മൊത്തത്തിലൊരു ഫണ്ണി എലമെൻറ്റ് കിടപ്പുണ്ട് ഈ പടത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിരുന്നു. രണ്ടുപേരും നന്നായിട്ടുണ്ട്. നമ്മുടെ സുരാജും വിനായകനും നന്നായിട്ടുണ്ട് പടം. ഇൻട്രോയിൽ വരെ ഒരു കോമഡിയാണ്, പക്ഷേ ഇൻട്രോയിൽ കഴിഞ്ഞ് ഭയങ്കര സീരിയസ് ഒരു പടം കേട്ടോ. കുഴപ്പമില്ല, നല്ലോണം ഫാമിലി ഓഡിയൻസിനുള്ള സീരിയസ് ആണ് പടം. അങ്ങനെ വിചാരിച്ച് വന്നാൽ മതി. നമ്മുടെ ട്രെയിലർ കണ്ട പോലെ കോമഡി അല്ല, പക്കാ സീരിയസ് പടം. കുഴപ്പമില്ല കേട്ടോ, കാണാം. കോമഡി ഇൻട്രോയിൽ വരെ കോമഡിയാണ്, പക്ഷേ ഇൻട്രോയിൽ കഴിഞ്ഞാൽ പക്ക പടം ഇച്ചിരി സീരിയസ് ആവുക കേട്ടോ. കുഴപ്പമില്ല, പടം വൺ ടൈം വാച്ച്. അല്ല, അവർ രണ്ടുപേരും കുഴപ്പമില്ല. രണ്ടുപേരും ടോപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അവർ രണ്ടുപേരും കലക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സീരിയസ് ആണ് പടം. ഓക്കെ, വിനായകന്റെ പെർഫോമൻസ് റിയലി സൂപ്പർ. അത് വില്ലനിന്ന് കോമഡിയിലേക്ക് വന്നപ്പോഴത്തേക്കും അല്ലേ, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. വിനായകന്റെ പെർഫോമൻസ് ഭയങ്കര രസമാണ്, എസ്പെഷ്യലി സൂര്യ ഭയങ്കര രസമാണ്. സ്റ്റോറി കോമഡിയാണ്, കോമഡി നിങ്ങളാണ് കണ്ടു പറയേണ്ടത്. നല്ല നമ്മളൊക്കെ പിന്നെ ഇതിനകത്തുള്ളവരാണല്ലോ, അതിൻ്റെ ഭാഗമായോണ്ട് കാണുന്നവർ നല്ല. ഇതിനു മുന്നേ കണ്ടായിരുന്നു ഇല്ലേ? നല്ലതാണ്, കണ്ടിട്ട് അഭിപ്രായം പറയൂ. നിങ്ങളെല്ലാവരും കണ്ടോ? നല്ല പടം, ഗംഭീര പടം. നല്ല കോംബോ ആണ്, രണ്ടുപേരും ഗംഭീരമായിട്ടുണ്ട്. സുരാജേട്ടൻ എന്താ പറഞ്ഞ വീണ്ടും ഒരു മികച്ച നടനം തെളിയിച്ച്. എന്താ പറയുക, എല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, ഇടിയുണ്ട്, എല്ലാം കണ്ട ആസ്വദിക്കും. ഫാമിലി എൻ്റർടൈനറാണ്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഗംഭീര പടം. മൂവി അടിപൊളിയായിരുന്നു. രണ്ടുപേരുടെയും ഒരു എന്താ പറയുക മത്സരിച്ചുള്ള അഭിനയം എന്ന് പറയാം. സ്റ്റോറി ഭയങ്കര എൻ്റർടൈൻ ആയിരുന്നു. ആൻഡ് കോമഡി ഫിലിമാണ് ആൻഡ് ഞാൻ ചേട്ടൻ്റെ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഫ്രെയിം നമ്മൾ കണ്ടിട്ടില്ല. സോ ദാറ്റ് വാസ് നൈസ്. മികച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശരിക്ക്. രണ്ടുപേരുടെയും എൻ്റെലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. രണ്ടുപേരും അതിനോട് നീതി പുലർത്തിയിട്ടൊന്ന് അഭിനയിക്കാൻ പറയില്ല. 100% സുരജേട്ടൻ്റെ ക്യാരക്ടറൊക്കെ അമേസിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ യാ നൈസ്. കോമഡി മൂവി എന്ന് പറഞ്ഞില്ലേ, നിരവധി സബ്ജക്റ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. അത് ഭയങ്കര കോമഡി ഇതിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. യെസ് യെസ്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ അഭിനയം നന്നായിരുന്നു. എല്ലാവരും വരട്ടെ, ഒറ്റയ്ക്ക് കൊടുത്തിട്ട് ഒറ്റ ഓട്ടാണ് പടം. സുരാജിൻ്റെയും വിനായകൻ്റെയും ആ ഒരു കോംബോയിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെൻഡായത്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു ബോഡി ലാംഗ്വേജും രണ്ടുപേരുടെ ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഒരുപാട് കോമഡികളിലൂടെ പോയ സിനിമയാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പോലെയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ കേസ് നടത്തി അങ്ങനെ ഒരു വൈരാഗ്യം, രണ്ടുപേരും തമ്മിലുള്ള ഒരു വൈരാഗ്യം, അത് അവരുടെ ചെറുപ്പകാലത്ത് തുടങ്ങിയിട്ട് അവരുടെ ഒരു പ്രായമാവുന്നവരെ, ഒന്നിൽ മരണം വരെ, മരണത്തിന് ശേഷവും വരെയുള്ള ഒരു പ്രത്യേകതര ഒരു വൈരാഗ്യത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനായകൻ്റെ ഡാൻസുള്ള ഒരു സോങ്ങും ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു സുരാജിൻ്റെ സോങ്ങും അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പക, അവരുടെ ഗൃഹനാഥന്മാരുള്ള പക, അതിലൂടെയാണ് കഥ പോകുന്നത്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.